മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചകൻ മുഹമ്മദിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. നബിദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ മിലാദ് റാലികൾ സംഘടിപ്പിച്ചു. മദ്ഹ് ഗാനങ്ങൾക്കൊപ്പം ദഫിൽ താളമിട്ടുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനം വെള്ളിയാഴ്ചയായതിന്റെ സന്തോഷത്തിൽ കൂടിയായിരുന്നു വിശ്വാസികളുടെ ആഘോഷം. പുതുവസ്ത്രമോടിയിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ കൊച്ചുകുട്ടികൾ, ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ എത്തിയ റാലികളെ സ്വീകരിക്കാൻ മധുര പലഹാരങ്ങളുമായി സ്വീകരണമൊരുക്കി ഉമ്മമാർ. പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമായ തെരുവുകൾ നാടാകെ നബിദിനം ആഘോഷമാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിലാണ് നബിദിനാഘോഷ പരിപാടികൾ നടന്നത്. മൗലീദ് പാരായണം, റാലി, മധുര വിതരണം, കുട്ടികളുടെ കലാപരിപാടികൾ, അന്നദാനം എന്നിങ്ങനെ വലിയ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. പ്രായഭേദമന്യേ മീലാദ് റാലിയിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വയനാട് ചൂരൽമലയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരെ ഓർത്ത് നബിദിനത്തിൽ മുണ്ടക്കൈ നിവാസികൾ വീണ്ടും ഒത്തുചേർന്നു. ഒരുമിച്ചുകൂടി പ്രാർത്ഥനകൾ നടത്തി. നബിദിനത്തിൽ അമ്പല കമ്മിറ്റിയിലെ അംഗങ്ങൾ മധുരം നൽകിയത് നബിദിനത്തിലെ വേറിട്ട കാഴ്ചയായി. കാരന്തൂർ മർക്കസിലെ ഘോഷയാത്രയിൽ കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. കോഴിക്കോട് നഗരത്തിൽ ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ദഫ്മുട്ട് പ്രകടനങ്ങൾ മീലാദ് റാലിയുടെ ഭംഗി കൂട്ടി. മീലാദ് റാലിയിൽ MK രാഘവൻ MP, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് എന്നിവർ പങ്കെടുത്തു. ഇത് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാം ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം 2 സുപ്രധാന ആഘോഷ പരിപാടികൾ ഒന്നിക്കുന്ന ഒരു സുന്ദരമായ ദിനം കൂടിയാണ്. ജനമനസ്സുകളിൽ സ്വാധീനിക്കാൻ കഴിയാവുന്ന ആശയങ്ങൾ പ്രദാനം ചെയ്ത ഒരു വ്യക്തിത്വമാണ് പ്രവാചകൻ്റേത്. കാരണം നേരത്തെ സൂചിപ്പിച്ചു, ഇത്ര ലോകത്തിൽ 140 കോടിയിൽ പരം ആളുകളെ തൻ്റെ ആശയത്തിൻ്റെ പിറകിൽ അണിനിർത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകമെന്നും ആദരിക്കേണ്ട, ആരാധിക്കേണ്ട വലിയ ഒരു പ്രതീകമാണ് പ്രവാചകൻ. യാതൊരു തർക്കമില്ല. തിരുപ്പിറവി, തിരുവോണം ഇത് രണ്ടും നൽകുന്ന വലിയ മാനുഷിക സ്നേഹത്തിൻ്റെ സന്ദേശം ഇത് ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. തിരുപ്പിറവി ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ അത് പ്രത്യേകിച്ച് ആഘോഷിക്കുന്നതായതുകൊണ്ട് അതൊരു ലോക ആഘോഷമാണ്. അതേസമയം തിരുവോണവും അത് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ആഘോഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. മലപ്പുറത്ത് സമസ്തയുടെ പോഷക സംഘടനയായ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ വിവിധ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് മീലാദ് റാലികൾ നടന്നു. തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം ഓണവും നബിദിനവും ആഘോഷിച്ചാണ് തലശ്ശേരി CH സെന്റർ വേറിട്ട മാതൃകയായത്. പയ്യന്നൂർ കരമുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുന്നേരു ടാഗോർ സ്മാരക വായനശാല ആൻഡ് ഫ്രണ്ട്സ് ക്ലബിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള മാവേലി നബിദിന റാലിക്കൊപ്പം ചേർന്നത് വേറിട്ട കാഴ്ചയായി. തൃശൂർ ജില്ലയിലും നബിദിന ഘോഷയാത്രകൾ വിപുലമായി നടന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹലിൽ നടന്ന മീലാദ് റാലി ഇമാമുമാരായ ഡോക്ടർ മുഹമ്മദ് സലീം നദവി, അബ്ദുൽ അസീസ് നിസാമി എന്നിവർ നേതൃത്വം നൽകി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി 14-ാം തീയതി സൗഹൃദ സംഗമം നടക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണ കേരള ജമയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മീലാദ് റാലികൾ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് വഴിമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മീലാദ് സന്ദേശ റാലി സംഘടിപ്പിച്ചു. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ ശനി, ഞായർ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.